മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എക്സസൈസിലുള്ള ചില ചോദ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ ആദ്യം നമുക്ക് നോക്കേണ്ട ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു ഓർഡർ 3 ഉള്ള സ്ക്വയർ മെട്രിക്സ് തന്നിട്ടുണ്ട്. നമുക്ക് തെളിയിക്കേണ്ടത് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് തെളിയിക്കണം. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സിലെ എക്സിന്റെ സ്ഥാനത്ത് വൈ ഇട്ട് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എഫ് ഓഫ് വൈ. അതുപോലെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് വൈ. സോ ദിസ് ടേം ബിക്കം കോസ് ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ ബ്രാക്കറ്റിൽ. ആ രീതിയിൽ എഴുതിയാൽ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ കിട്ടും. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ തെളിയിക്കാം. നമുക്ക് അതിന്റെ എൽ എച്ച് എസ് നിന്ന് തുടങ്ങാം. എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇവിടെ തന്നെ ഉണ്ട്, അതെടുത്ത് എഴുതുന്നു. കോസ് എക്സ് മൈനസ് സൈൻ എക്സ് 0, സൈൻ എക്സ് കോസ് എക്സ് 0, 0, 0, 1. ദാറ്റ് ഈസ് ദ ഗിവൺ എഫ് ഓഫ് എക്സ്. ഇനി നമുക്ക് ഇൻറ്റു എഫ് ഓഫ് വൈ ആണ് എഴുതേണ്ടത്. എഫ് ഓഫ് വൈ കിട്ടാൻ എക്സിന്റെ സ്ഥാനത്ത് വൈ ഇട്ടാൽ മതി. സോ എഫ് ഓഫ് വൈയുടെ എക്സ്പ്രഷൻ കോസ് വൈ മൈനസ് സൈൻ വൈ 0, സൈൻ വൈ കോസ് വൈ 0, 0, 0, 1. ഇതാണ് എഫ് ഓഫ് വൈയുടെ എക്സ്പ്രഷൻ. ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യണം. എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ. അപ്പൊ 3x3 മെട്രിക്സ് ആണ് രണ്ടും. ആൻസർ ആയിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നതും ഇതേപോലത്തെ ഓർഡർ 3 ഉള്ള സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. നമുക്ക് അതിന്റെ ഒന്നാമത്തെ ടേം എഴുതാം. ഫസ്റ്റ് റോയില് ഒന്നാമത്തെ ടേം. അപ്പൊ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം തമ്മിൽ കണക്ട് ചെയ്താൽ ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് കിട്ടും. സോ നമുക്ക് എലമെന്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്യാം. കോസ് എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ പ്ലസ് 0 ഇൻറ്റു 0. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് എലമെന്റ്. ഇനി നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് എലമെന്റ് എഴുതണം. അപ്പൊ എന്ത് വേണം? ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും തമ്മിൽ കണക്ട് ചെയ്യണം. സോ കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ വൈ പ്ലസ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് 0 ഇൻറ്റു 0. ഇത് 0. ഇനി അടുത്തത് മൂന്നാമത്തെ എലമെന്റ് കോസ് എക്സ് ഇൻറ്റു 0 ദാറ്റ് ഈസ് 0 പ്ലസ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു 0 അതും 0 ആണ് പ്ലസ് 0 ഇൻറ്റു 1. അപ്പം മൊത്തത്തില് 0 പ്ലസ് 0 പ്ലസ് 0 എന്നാണ് വരിക. ആ ടൈം 0 തന്നെ കിട്ടും. ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് രണ്ടാമത്തെ റോ എഴുതാം. അപ്പൊ രണ്ടാമത്തെ റോ കിട്ടണമെങ്കിൽ എന്ത് വേണം? സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം തമ്മിൽ ആദ്യം കണക്ട് ചെയ്യണം. സെക്കൻഡ് റോ ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ ദ ഫസ്റ്റ് ടേം ഈസ് സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് അടുത്തത് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ പ്ലസ് 0 into 0. Now next is second row and second column. Appo sin x into minus sin y plus cos x into cos y plus 0 into 0. That is 0 itself. Now the third is sin x into 0, 0 plus cos x into 0, 0 plus 0 into 1, 0. ഇപ്പൊ രണ്ടാമത്തെ റോയും കഴിയും. ഇനി മൂന്നാമത്തെ റോ 0 ഇൻറ്റു കോസ് വൈ 0 പ്ലസ് 0 ഇൻറ്റു സൈൻ വൈ 0 പ്ലസ് 1 ഇൻറ്റു 0, 0. ഇനി അടുത്തത് തേർഡ് റോയും സെക്കൻഡ് കോളും 0 ഇൻറ്റു മൈനസ് സൈൻ വൈ 0 പ്ലസ് 0 ഇൻറ്റു കോസ് വൈ 0 പ്ലസ് 1 ഇൻറ്റു 0, 0. Now the last element 0 into 0, 0 plus 0 into 0 again 0 plus 1 into 1, 1. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇനി നമുക്ക് അതിൽ ഓരോ ടേം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇത് നമുക്ക് പരിചയമുള്ള ഒരു എക്സ്പാൻഷൻ ആണ്. കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഇറ്റ് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് കോസ് എക്സ് പ്ലസ് വൈ. ഇനി അടുത്തത് നോക്കാം. അടുത്ത രണ്ടിലും മൈനസ് കോമൺ ആയിട്ടുണ്ട്. അപ്പൊ മൈനസിനെ നമുക്ക് പുറത്തെടുക്കാം. മൈനസ് രണ്ട് ടേമിൽ മാറിയാൽ ബാക്കിയുള്ള എന്താ? കോസ് എക്സ് സൈൻ വൈ പ്ലസ് സൈൻ എക്സ് കോസ് വൈ അല്ലെങ്കിൽ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ദാറ്റ് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് സൈൻ എക്സ് പ്ലസ് വൈ. ഇനി ഇവിടെ നോക്കാം. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ഇറ്റ് ഈസ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. ദെൻ cos x cos y minus sin x sin y. ഇതെന്താണ്?
cos x plus y. ഇനി ഇവിടേക്ക് ഓരോ ടേമും കൂടി ഉണ്ട്. ഈ 4 ടേംസ് എഴുതിയിട്ടുള്ളൂ. ഇനി ഫസ്റ്റ് റോയിൽ മൂന്നാമത്തെ എലമെന്റ് 0 ഉണ്ട്, ഇവിടെയും മൂന്നാമത്തെ എലമെന്റ് 0 ഉണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് റോ എഴുതേണ്ടത് 0, ഈ ടേം 0, ഈ ടേമിന്റെ വാല്യൂ 1 വരും. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇനി ഇതും നമുക്ക് തന്നതും കൂടെ ഒന്ന് ഒത്തു നോക്കാം. എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ വന്നിട്ടുള്ളത് എക്സ് പ്ലസ് വൈ ആണ്. ബാക്കി ഇതാ സൈൻ മൈനസ് ആണ്, ഇവിടെ സൈൻ പ്ലസ് വന്നു, ഇവിടുത്തെ ടേം പോസിറ്റീവ് ആണ്, ബാക്കി എല്ലാം ഓക്കെയാണ്. സോ ദിസ് ഇസ് ദ സെയിം ആസ് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ. അപ്പൊ നമ്മുടെ LHS നിന്ന് തുടങ്ങി രണ്ട് മാട്രിക്സിന്റെ പ്രോഡക്റ്റ് നമുക്കറിയാവുന്ന ട്രിഗണോമെട്രിക് ഫോർമുല ഉപയോഗിച്ച് അതിന്റെ RHSലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് കാണേണ്ടത് a സ്ക്വയർ മൈനസ് 5a പ്ലസ് 6i എന്ന എക്സ്പ്രഷന്റെ വാല്യൂ കാണണം. തന്നിട്ടുള്ളത് a ഈസ് ഈക്വൽ ടു ഓർഡർ 3 ഉള്ള സ്ക്വയർ മെട്രിക്സ് ആണ്. 2 0 1 2 1 3 1 minus 1 0. A എന്നുള്ള മെട്രിക്സ് തന്നിട്ടുണ്ട്. ഈ എക്സ്പ്രഷന്റെ വാല്യൂ എത്രയാണ് കാണും. ആ എക്സ്പ്രഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വാല്യൂ ഒരു മെട്രിക്സ് ആയിരിക്കും, കാരണം ഇതിലെല്ലാം മെട്രിക്സിന്റെ ടേംസ് ഉള്ളത്. അപ്പൊ ഇതിലത്തെ ഓരോ ടേം ആയിട്ട് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് കാണേണ്ടത് a സ്ക്വയർ. സോ a തന്നിട്ടുണ്ട്. a സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? a ഇൻറ്റു a. അപ്പൊ ഒരു തവണ കൂടി ആ മെട്രിക്സ് അങ്ങോട്ട് എഴുതുക. അപ്പൊ a ഇൻറ്റു a എന്നുള്ള ഫോമിൽ എത്തി. ഇനി നമുക്ക് ഇത് ഇൻറ്റു ചെയ്യാം. ഇൻറ്റു ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഓർഡർ 3 ഉള്ള സ്ക്വയർ മെട്രിക്സ് ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇനി ഫസ്റ്റ് റോയിലെ ആദ്യത്തെ എലമെന്റ് എഴുതുന്നു. സോ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും തമ്മിൽ കമ്പൈൻ ചെയ്യണം. 2 ഇൻറ്റു 2 4 പ്ലസ് 0 ഇൻറ്റു 2 0 പ്ലസ് 1 ഇൻറ്റു 1 1. ഇനി സെക്കൻഡ് എലമെന്റ് കിട്ടണം. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ്. അപ്പൊ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളും തമ്മിൽ കണക്ട് ചെയ്യണം. 2 ഇൻറ്റു 0 0 പ്ലസ് 0 ഇൻറ്റു 1 0 പ്ലസ് 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1. ഇനി മൂന്നാമത്തെ എലമെന്റ്. സോ ഫസ്റ്റ് റോ ആൻഡ് തേർഡ് കോളം. 2 ഇൻറ്റു 1 2 പ്ലസ് 0 ഇൻറ്റു 3 0 പ്ലസ് 1 ഇൻറ്റു 0 0. ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് ആയി. ഇനി സെക്കൻഡ് റോയിലെ എലമെന്റ്സ് എടുക്കണമെങ്കിൽ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, second row second column, second row third column. So let us write the elements. 4 plus 2 plus 3. ഇനി അടുത്തത് 0 plus 1 plus minus 3. Now next is 2 plus 3 plus 0. ഇനി തേർഡ് റോയിലെ 3 എലമെന്റ്സ്. അപ്പൊ തേർഡ് റോ ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെന്റ്, തേർഡ് റോ സെക്കൻഡ് കോളം സെക്കൻഡ് എലമെന്റ്, തേർഡ് റോ തേർഡ് കോളം തേർഡ് എലമെന്റ്. നമുക്കത് എഴുതാം. 2 പ്ലസ് മൈനസ് 2 പ്ലസ് 0. അടുത്തത് 0 പ്ലസ് മൈനസ് 1 പ്ലസ് 0. മൂന്നാമത്തെ എലമെന്റ് 1 പ്ലസ് മൈനസ് 3 പ്ലസ് 0. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് എഴുതാം. ഫസ്റ്റ് എലമെന്റ് 5, ഇത് മൈനസ് 1, ഇവിടെ 2. ഇനി 4 പ്ലസ് 2 6, 6 പ്ലസ് 3 9, മൈനസ് 2 5. അടുത്തത് 0, മൈനസ് 1, മൈനസ് 2. ഇതാണ് a സ്ക്വയർ എന്ന മെട്രിക്സ് നമുക്ക് കിട്ടുക. ഇനി നമ്മളോട് തെളിയിക്കാൻ പറയുന്നത് ഈ എക്സ്പ്രഷന്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് 5a 6i എല്ലാം സെപ്പറേറ്റ് എഴുതുന്നോട് കുഴപ്പമില്ല, പക്ഷെ അത് നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റുന്നതാണ്. a എന്നുള്ള മെട്രിക്സ് നോക്കിയാൽ നമുക്ക് 5 എഴുതാം. അതുപോലെ i എന്നുള്ളത് ഇവിടെ ഓർഡർ 3ലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് ആണ്, അത് എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ 6 ഇൻറ്റു i എന്നുള്ള ടേമും നമുക്ക് ഡയറക്റ്റ് തന്നെ എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് എന്താണോ കാണേണ്ടത് ഈ എക്സ്പ്രഷനിലേക്ക് വരാം. സോ ദിസ് എക്സ്പ്രഷൻ ഈസ് ഈക്വൽ ടു, ആദ്യം തന്നെ നമുക്ക് കിട്ടിയ a സ്ക്വയറിന്റെ സ്ഥാനത്ത് എഴുതുന്നു. 5 minus 1 2, 9 minus 2 5, 0 minus 1 minus 2. ഇത് a സ്ക്വയർ മൈനസ്, ഇനി 5a എഴുതണം.
5A എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 5 into the matrix A. 5 into A എന്നുള്ള മാട്രിക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താ അത്? 2 0 1 2 1 3 1 minus 1 0. ഇതാണ് 5 into A. ഇനി ബാക്കിയുള്ളത് പ്ലസ് 6 I എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 1 0 0 0 1 0 0 0 1. ഇതാണ് ഇവിടുത്തെ I. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഈ 5നെ ഉള്ളിലേക്ക് എടുക്കാം, ഈ 6നെ ഉള്ളിലേക്ക് എടുക്കാം. അപ്പൊ എന്താ കിട്ടുക? ആദ്യത്തെ മെട്രിക്സ് അങ്ങനെ തന്നെ എഴുതുന്നു. 5 minus 1 2 9 minus 2 5 0 minus 1 minus 2 മൈനസ് ഇനി എഴുതാൻ പോകുന്നത് 5A ആണ്. 5A. അപ്പൊ 5നെ ഉള്ളിലേക്ക് എടുത്താൽ 10 0 5 ഓരോന്നിനെയും 5 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. 10 5 50. 10 next is 5 minus 5 0. ഇനി നമുക്ക് 6I ആണ് എഴുതേണ്ടത്. പ്ലസ് 6 into I. 6 into I ഇവിടെ എഴുതിയിട്ടുണ്ട്. I എന്താണ്? 6നെ ഉള്ളിലേക്ക് എടുത്താൽ 6 0 0 0 6 0 0 0 6. ഇതാണ് ഈ എക്സ്പ്രഷൻ നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതിലത്തെ എലമെന്റ്സിനെ തമ്മിൽ കമ്പൈൻ ചെയ്താൽ മതി. എങ്ങനെ കമ്പൈൻ ചെയ്യും? എല്ലാത്തിലെയും കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ചേർക്കാം. 5 minus 10 minus 5 minus 5ഉം പ്ലസ് 6ഉം എത്ര കിട്ടും? 1 കിട്ടും. അടുത്തത് മൈനസ് 1 മൈനസ് 0 മൈനസ് 1 അല്ലേ, പ്ലസ് 0. അപ്പൊ മൊത്തത്തിൽ ആ എലമെന്റ് മൈനസ് 1. അടുത്തത് 2 മൈനസ് 5 മൈനസ് 3 മൈനസ് 3 പ്ലസ് 0 ഈസ് മൈനസ് 3. ഒന്നാമത്തെ റോ നമ്മൾ കമ്പൈൻ ചെയ്യും. ഇനി ഇതേപോലെ രണ്ടാമത്തെ റോയിലെ കറസ്പോണ്ടിങ് എലിമെന്റ്സ് 9 മൈനസ് 10 മൈനസ് 1 മൈനസ് 1 പ്ലസ് 0 ഈസ് മൈനസ് 1. അടുത്തത് മൈനസ് 2 മൈനസ് 5 മൈനസ് 7 പ്ലസ് 6 മൈനസ് 1. അടുത്തത് 5 മൈനസ് 15 മൈനസ് 10 ആയി. മൈനസ് 10 പ്ലസ് 0 ഈസ് മൈനസ് 10. അടുത്തത് 0 മൈനസ് 5 മൈനസ് 5 മൈനസ് 5 പ്ലസ് 0 മൈനസ് 5. അടുത്തത് മൈനസ് 1 പ്ലസ് 5 മൈനസ് 1 പ്ലസ് 5 ഈസ് പ്ലസ് 4. 4 പ്ലസ് 0 ഈസ് 4 itself. ഇനി അടുത്തത് മൈനസ് 2 മൈനസ് 0 മൈനസ് 2 തന്നെ മൈനസ് 2 പ്ലസ് 6 എത്ര വന്നു? 4 എന്നുള്ളത്. സോ ദിസ് ഇസ് ദ വാല്യൂ ഓഫ് അവർ എക്സ്പ്രഷൻ. ഈ ചോദിച്ച എക്സ്പ്രഷന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ മെട്രിക്സ് ആണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഷോ ദാറ്റിനുള്ള ഫോമിൽ ഷോ ദാറ്റ് ഈക്വൽ ടു ഒരു മെട്രിക്സ് ഒക്കെ തരുന്ന രീതിയിൽ ചോദിക്കാം. ഇനി അടുത്തത് ഏകദേശം ഇതേപോലെ തന്നെ ഒരു ചോദ്യമാണ്. ഇഫ് എ ഈസ് ഈക്വൽ ടു ഓർഡർ 2ലുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ 3 മൈനസ് 2 4 മൈനസ് 2 ഫൈൻഡ് കെ സോ ദാറ്റ് കെ എന്ന് പറയുന്നത് ഇവിടെ സ്മോൾ ലെറ്റർ കെ ആണ്. ഫൈൻഡ് കെ സോ ദാറ്റ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ എ മൈനസ് 2i. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പാകത്തിലുള്ള കെ എന്ന ടേമിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അവിടെ സ്മോൾ ലെറ്റർ കെ ആണ്, ക്യാപിറ്റൽ കെ അല്ല. ദാറ്റ് മീൻസ് കെ ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇതെങ്ങനെയാ ചെയ്യുക? ഏകദേശം നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ആദ്യം തന്നെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്ന ടേംസ് എല്ലാം കാണാം. അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. ലെഫ്റ്റ് സൈഡിൽ ആകെയുള്ളത് എ സ്ക്വയർ ആണ്. എങ്ങനെ എ സ്ക്വയർ കാണുക? 3 മൈനസ് 2 4 മൈനസ് 2 ദാറ്റ് ഈസ് എ ഇൻറ്റു ഒരു തവണ കൂടെ 3 മൈനസ് 2 4 മൈനസ് 2. അപ്പൊ എന്താ കിട്ടുക? ഇൻറ്റു ചെയ്യുമ്പോ ആൻസർ ഈസ് എ 3/3 ഓർഡർ 2ലുള്ള സ്ക്വയർ മെട്രിക്സ് ആണ്. 3 into 3 9 plus minus 2 into 4 minus 8. അടുത്തത് 3 into minus 2 minus 6 plus minus 2 into minus 2 4. ഒന്നാമത്തെ റോ കഴിഞ്ഞു. രണ്ടാമത്തെ റോയിൽ എലമെന്റ്സ് കിട്ടാൻ 4 into 3 12 plus minus 2 into 4 minus 8.
അടുത്തത് 4 into -2 -8 plus -2 into -2 4. And what is the result? 9 minus 8 1 minus 6 plus 4 -2 12 minus 8 4 minus 8 plus 4 -4. ഇതാണ് a square. അപ്പൊ ലെഫ്റ്റ് സൈഡിന്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ഇനി അടുത്ത റൈറ്റ് സൈഡിൽ എന്താണത്? ka minus 2y. ka a നോക്കിക്കഴിഞ്ഞാൽ ka എന്നുള്ള മെട്രിക്സ് നമുക്ക് എഴുതാൻ പറ്റും. എന്ത് ചെയ്യണം? എയിൽ ഓരോ എലമെന്റിനെയും k കൊണ്ട് ഇൻറ്റു ചെയ്യാം. സോ വാട്ട് ഇസ് ദാറ്റ് മെട്രിക്സ്? 3k minus 2k then 4k minus 2k. ഇതാണ് ka എന്ന മെട്രിക്സ്. ഇനി നമുക്ക് 2i എഴുതണം. i എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഓർഡർ 2ലുള്ള മെട്രിക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് i എന്ന് പറയുന്നത് 1 0 0 1 എന്ന ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. 2 into ഈ മെട്രിക്സ്. അപ്പൊ എന്താ കിട്ടുക? 2 0 0 2 കിട്ടും. 2 0 0 2. ഇത് രണ്ടും കൂടെ ചേർത്ത് എഴുതിയാൽ നമുക്ക് നമ്മുടെ RHS ആയി. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ചേർത്ത് എഴുതുക. 3k minus 2 കറസ്പോണ്ടിങ് എലമെന്റ്സ് ചേർക്കുക. k എന്താണെന്ന് അറിയാത്തോണ്ട് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത എന്താ വരിക? -2k -0 ആയതുകൊണ്ട് ആ പാർട്ട് എഴുതണമെന്നില്ല. അടുത്തത് 4k -0 that is 4k. പിന്നെ -2k -2 അത് അങ്ങനെ തന്നെ എഴുതാം. -2k -2. അപ്പോ LHS a square അതിന്റെ എക്സ്പ്രഷൻ കണ്ടു. RHSൽ 2 ടേം ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ മെട്രിക്സ് ആക്കി. അപ്പൊ അങ്ങനെയാണെങ്കിൽ a square equal to ka minus 2y എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ എന്താ അർത്ഥം? മെട്രിക്സ് 1 -2 4 -4 is equal to the matrix 3k minus 2 minus 2k 4k minus 2k minus 2. ഇതാണ് അതിന്റെ അർത്ഥം. ഈ രണ്ട് മെട്രിക്സസ് ഈക്വൽ ആണെന്നാണ് ഈ ഇക്വേഷന്റെ മീനിങ്. ഇനി രണ്ട് മെട്രിക്സ് ഈക്വൽ ആകുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുക നമുക്കറിയാം. അപ്പൊ ഇതിൽ നിന്ന് കെയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ഇപ്പൊ എല്ലാ ടേമിലും കെ ഉണ്ട്. അപ്പൊ നമുക്ക് കെ കാണാൻ ഏറ്റവും എളുപ്പമുള്ളത് ഏതാണോ ആ ടേംസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ മതി. നോക്കുക, ഈ ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ എലമെന്റ്സ്, ഈ രണ്ട് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. -2 equal to -2k. So what is the value of k? k equal to 1. ഇനി ഈ കണ്ടുപിടിച്ച് ശരിയാണോ എന്ന് അറിയാൻ ജസ്റ്റ് k equal to 1 ഇവിടെ കൊടുത്തു നോക്കുക. അപ്പൊ എന്താ ഈ ടേം വരിക? 3 - 2 എന്നാവും 1 തന്നെയാണ്. അപ്പൊ ശരിയാണ് നമ്മൾ കണ്ടുപിടിച്ച k. ഇനി 4 equal to 4k. അപ്പൊ k equal to 1 ആകുമ്പോൾ 4 equal to 4 ശരിയാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബാക്കിയുള്ളവർക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച കെയുടെ വാല്യൂ ശരിയാണോ എന്ന് മനസ്സിലാവും. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിന്റെ വാല്യൂ കാണുന്നത് സ്മോൾ ലെറ്റർ എക്സ് ആണ്. തന്നിട്ടുള്ളത് ഒരു മെട്രിക്സ് ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് 1 2 1 എന്ന റോ മെട്രിക്സ് ഇൻറ്റു ദ മെട്രിക്സ് 1 2 0 2 0 1 1 0 2 ഇൻറ്റു മെട്രിക്സ് 0 2 x ഈക്വൽ ടു 0. ഇതാണ് തന്നിട്ടുള്ള ഇക്വേഷൻ. ഇതിൽ നിന്നും എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ 0 എന്ന് എഴുതിയാൽ എന്താ അർത്ഥം? 0 മെട്രിക്സ് എന്നർത്ഥം. ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഓർഡറിലുള്ള മെട്രിക്സ് കിട്ടോ അതേ ഓർഡറിലുള്ള 0 മെട്രിക്സ് ആണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതെങ്ങനെ കമ്പൈൻ ചെയ്യാം? നമുക്ക് മൂന്നും കൂടെ ഡയറക്റ്റ് ചേർക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യം ഏതെങ്കിലും രണ്ടെണ്ണം ചേർക്കണം. അപ്പൊ നമുക്ക് ഈ രണ്ടെണ്ണം ചേർക്കാം. ചേർക്കുന്നതിന് മുമ്പ് ചേർക്കാൻ പറ്റുമോ നോക്കുക. ഇതിന്റെ ഓർഡർ എത്രയാ? 1/3 ആണ്. ഇതിന്റെ ഓർഡറോ 3/3 ആണ്. സോ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് മൾട്ടിപ്ലിക്കേഷന്റെ. അപ്പൊ ആൻസറിന്റെ ഓർഡർ 1/3 ആണ്. അതുപോലെ അതായത് ഇത് രണ്ടും കൂടെ ഇൻഡ്യൂ ചെയ്താൽ ഇതുപോലത്തെ ഒരു മെട്രിക്സ് ആണ് നമുക്ക് കിട്ടുക. നമുക്ക് ആദ്യം തന്നെ അത് രണ്ടും കൂടെ അങ്ങ് ചേർക്കാം. സോ ദ ഗിവൺ ഇക്വേഷൻ ഇംപ്ലൈസ് ഇതും ഇതും കൂടെ മാത്രം ആദ്യം ചേർക്കുന്നു. 1 into 1 1 plus 2 into 2 2 4 plus 1 into 1 1. This is the first element. First row first column നമ്മൾ കമ്പൈൻ ചെയ്ത് ഫസ്റ്റ് എലമെന്റ് കിട്ടി. ഇനി അടുത്തത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. അത് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് ആണ്. അപ്പൊ എന്താ കിട്ടുക?
2 പ്ലസ് 0 പ്ലസ് 0. അടുത്തത് ഫസ്റ്റ് റോയിലെ തേർഡ് എലമെന്റ് 0 പ്ലസ് 2 പ്ലസ് 2 ഇൻറ്റു 0 2x. ഇതിനെ നമ്മളിപ്പം ഇൻറ്റു ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ എടുത്ത് എഴുതിക്കുള്ളൂ. ഈക്വൽ ടു 0 മാട്രിക്സ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇംപ്ലൈസ് ഇനി 4 പ്ലസ് 1 പ്ലസ് 1 എത്ര കിട്ടി? 6 ആയി. 2 ഇവിടെ എത്ര വന്നു? 4 ഇൻറ്റു 0 2x ഈക്വൽ ടു 0 മാട്രിക്സ് എന്നായി. ഇനി ഇവ നമ്മൾ ഇൻറ്റു ചെയ്യാൻ പറ്റും നോക്കാം. ഇതിന്റെ ഓർഡർ 1/3 ആണ്, ഇതിന്റെ ഓർഡർ 3/1 ആണ്. അപ്പൊ നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ്. ആൻസർ 1/1. എന്താ 1/1 മാട്രിക്സ് എന്ന് പറഞ്ഞാല് ഒരു റോയും ഒരു കോളം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ എലമെന്റേ ഉള്ളൂ എന്ന് അർത്ഥം. സോ വാട്ട് ഈസ് ദാറ്റ് മാട്രിക്സ്? 6 into 0 0 plus 2 into 2 4 plus 4 into x 4x ഈക്വൽ ടു 0 എന്നാണ് അർത്ഥം. അപ്പൊ ശ്രദ്ധിക്കണം, ഇവിടെ 0 എന്ന് പറഞ്ഞാൽ നമ്പർ 0 എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ 0 മാട്രിക്സ്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ എലമെന്റ് 0 ആണെന്നല്ലേ അർത്ഥം. സോ 4 plus 4x equal to 0, which implies 4x equal to minus 4, which implies x is equal to minus 4. Okay.